എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാലറ്റൈൻ ടോൺസിൽസിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് വാൾഡേയേഴ്സ് ലിംഫാറ്റിക് റിംഗ് എന്താണെന്ന് നോക്കാം. ഇൻ റിലേഷൻ ടു nasopharyngeal isthmus, there are several aggregations of lymphatic tissue that constitute the Waldeyers lymphatic ring. അതായത് nasopharyngeal isthmusന്റെ റീജിയനിൽ സെവറൽ അഗ്രിഗേഷൻസ് ഓഫ് lymphatic tissue ഉണ്ട്. അതിനെല്ലാം കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് വാൾഡേയേഴ്സ് ലിംഫാറ്റിക് റിംഗ്. അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലറ്റൈൻ ടോൺസിൽ, nasopharyngeal ടോൺസിൽ, ട്യൂബൽ ടോൺസിൽ, ലിംഗ്വൽ ടോൺസിൽ. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ വാൾഡേയേഴ്സ് ലിംഫാറ്റിക് റിംഗ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാലറ്റൈൻ ടോൺസിലാണ്. അതിനെയാണ് നമ്മൾ സാധാരണ കോമൺലി ടോൺസിൽസ് എന്ന് പറയാറ്. ഇനി പാലറ്റൈൻ ടോൺസിൽസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. The palatine tonsils occupies the tonsillar fossa between the palatoglossal and palatopharyngeal arches. നമ്മൾ മൗത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പാലാറ്റോഗ്ലോസൽ ആർച്ചും പാലാറ്റോഫെരിഞ്ചൽ ആർച്ചും കാണാൻ കഴിയും. അപ്പോൾ ഈ പാലാറ്റോഗ്ലോസൽ ആർച്ചിൻ്റെയും പാലാറ്റോഫെരിഞ്ചൽ ആർച്ചിൻ്റെയും ഇടയ്ക്കുള്ള ആ സ്പേസിനെയാണ് നമ്മൾ ടോൺസിലാർ ഫോസ എന്ന് വിളിക്കുക. ആ ടോൺസിലാർ ഫോസയിലാണ് പാലറ്റൈൻ ടോൺസിൽ ഇരിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് ആൽമണ്ട് ഷേപ്പാണ് ഇതിനുള്ളത്. ഇനി ഇതിന് രണ്ട് സർഫസ് ആണുള്ളത്, മീഡിയം സർഫസ്, ലാറ്ററൽ സർഫസ്. രണ്ട് ബോർഡേഴ്സ്, ആൻറ്റീരിയർ ബോർഡറും പോസ്റ്റീരിയർ ബോർഡറും, രണ്ട് പോൾസ്, അപ്പർ പോളും ലോവർ പോളും. Medial surface is covered by stratified squamous non-keratinized epithelium, and this surface has 12 to 15 crypts. The largest of this is called intratonsillar cleft. അതെന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ കാണാം, ഇത് നമ്മളുടെ ഒയൂളയാണ്. ഒയൂളയിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് പാലാറ്റോഗ്ലോസൽ ആർച്ച് കാണാം. അതിൻ്റെ പുറകിലായിട്ട് പാലാറ്റോഫെരിഞ്ചൽ ആർച്ചും കാണാം. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലാണ് നമ്മളുടെ പാലറ്റൈൻ ടോൺസിൽ ഇരിക്കുന്നത്. പാലറ്റൈൻ ടോൺസിലിൻ്റെ മീഡിയം സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസാണ്. ആ മീഡിയം സർഫസിൽ നമുക്ക് 12 to 15 ക്രിപ്സ് കാണാം. 12 to 15 ക്രിപ്സ് കാണാം. ആ ക്രിപ്റ്റിൽ ഏറ്റവും ലാർജസ്റ്റ് ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ ക്രിപ്റ്റിനാണ് നമ്മൾ ഇൻട്രാടോൺസിലാർ ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. Lateral surface is covered by a sheet of fascia which forms the hemicapsule of the tonsil. It is an extension of pharyngobasilar fascia. ഇത് ആ ടോൺസിലിൻ്റെ പാലറ്റൈൻ ടോൺസിലിൻ്റെ അപ്പർ വ്യൂ ആണ്. അപ്പർ വ്യൂ നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ പാലറ്റൈൻ ടോൺസിലിൻ്റെ പുറകിലായിട്ട് ലാറ്ററൽ സർഫസിലായിട്ട് ഒരു ഹെമി ക്യാപ്സ്യൂൾ വഴി പോലെ ഫോം ചെയ്തിട്ടുണ്ട്. The hemicapsule is formed from the pharyngobasilar. It's an extension of the pharyngobasilar fascia. Pharyngobasilar fasciയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ വരുന്ന ഹെമിക്യാപ്സ്യൂൾ. ഇനി anterior inferiorly the capsule is firmly adherent to the side of the tongue by suspensor ligament of tonsil. This firm attachment keeps the tonsil in place during swallowing. അതായത് ആൻറ്റീരിയോ ഇൻഫീരിയർലി ഈ ടോൺസില് ടങ്കുമായിട്ട് സൈഡ് ഓഫ് ദ ടങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സസ്പെൻസർ ലിഗമെന്റ് ഓഫ് ടോൺസിലാണ്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റാണ് നമ്മൾ ഫുഡ് സ്വാളോ ചെയ്യുന്ന സമയത്ത് ടോൺസിലിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. The tonsillar artery enters the tonsil by piercing the superior constrictor just behind the phlegm attachment. അതായത് ടോൺസിലാർ ആർട്ടറി ടോൺസിൽസിൽ എൻ്റർ ചെയ്യുന്നത് സുപ്പീരിയർ കൺസ്ട്രിക്റ്റർ മസിൽസ് പിയേഴ്സ് ചെയ്തിട്ടാണ്. ആൻഡ് ബിഹൈൻഡ് ദി phlegm അറ്റാച്ച്മെൻറ്റ്, നേരത്തെ പറഞ്ഞ phlegm അറ്റാച്ച്മെൻറ്റിൻ്റെ പുറകിൽ കൂടിയാണ് അത് എൻ്റർ ചെയ്യുന്നത്. ഇനി the palatine vein descends from the palate in the loose areolar tissue on the lateral surface of the capsule and crosses the tonsil before piercing the wall of pharynx. The vein may be injured during tonsillectomy. ഇതാണ് പാലറ്റൈൻ വെയിൻ. അതിന് പാരടോൺസിലാർ വെയിൻ എന്ന് വിളിക്കും. ആ പാരടോൺസിലാർ വെയിൻ ഡിസെൻഡ് ചെയ്യുന്നത് പാലറ്റിൽ നിന്നാണ്, സോഫ്റ്റ് പാലറ്റിൽ നിന്ന് വന്നിട്ട് ക്യാപ്സ്യൂളിന് ലാറ്ററൽ സർഫസിൽ കൂടെ വരും. എന്നിട്ട് താഴേക്ക് വന്നിട്ട് വോൾ ഓഫ് ഫാരിങ്സിലേക്കാണ് അത് പിയേഴ്സ് ചെയ്യുന്നത്.
അപ്പോൾ ടോൺസിലെക്ടമിയുടെ സമയത്ത് ഈ പാലറ്റൈൻ വെയിനിൽ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ബെഡ് ഓഫ് ടോൺസിൽ എന്താണെന്ന് നോക്കാം. Bed of tonsil is formed within outwards by pharyngeal fascia, superior constrictor and palatopharyngeal muscle, buccopharyngeal fascia, styloglossus, glossopharyngeal nerve. Still more laterally, there are facial arteries with its tonsillar and ascending palatine branches. The internal carotid artery is 2.5 cm posterolateral to tonsil. ടോൺസിലിൻ്റെ ബെഡ് എന്ന് പറയുന്നത് ഇതാണ്. ആ ടോൺസിലിൻ്റെ ബെഡ് ഈസ് ഫോംഡ് ബൈ pharyngeal basilar fascia, superior constrictor muscle, buccopharyngeal fascia, and styloglossus muscle, glossopharyngeal nerve, etc. ഇനി നമുക്ക് റിലേഷൻസ് നോക്കാം. Anterior border is related to palatoglossal arch muscle. Anterior border palatoglossal archനോടും മസിൽസിനോടും റിലേറ്റഡ് ആണ്. ഇത് നമ്മളുടെ അപ്പർ വ്യൂ തന്നെയാണ്. അപ്പർ വ്യൂ നോക്കുമ്പോൾ ഇതാണ് palatoglossal arch. അതിൻ്റെ അകത്ത് palatoglossous മസിൽ നമുക്ക് കാണാം. ഈ സൈഡിലായിട്ടാണ് നമ്മുടെ മൗത്തിൻ്റെ റീജൻ. Posterior border is related to palatopharyngeal arch. പോസ്റ്റീരിയർ ബോർഡർ എന്ന് പറയുമ്പോൾ ഇതായിട്ടുണ്ട്. പോസ്റ്റീരിയർ ബോർഡറിൽ പാലാറ്റോഫെരിഞ്ചിയൽ ആർച്ചും അതിൻ്റെ മസിൽ നമുക്ക് കാണാം. പാലാറ്റോഫെരിഞ്ചിയസ് മസിൽ നമുക്ക് അവിടെ കാണാം. അപ്പർ പോളിൽ സോഫ്റ്റ് പാലറ്റിനോടും ലോവർ പോൾ ടങ്കിനോടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്. ഇനി പ്ലിക്ക ട്രയാങ്കുലാരിസും പ്ലിക്ക സെമിലിയോണാരിസും. Plica triangularis is a triangular vestigial fold of mucous membrane covering the anterior-inferior part of the tonsil. ടോൺസിലിൻ്റെ താഴെ ആൻറ്റീരിയർ ഇൻഫീരിയർ പാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു വെസ്റ്റീജിയൽ ഫോൾഡ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അതിനെയാണ് ട്രയാങ്കുലർ ഷേപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്ലിക്ക ട്രയാങ്കുലാരിസ് എന്ന് വിളിക്കുന്നത്. ഇനി the plica semilunaris is a similar semilunar fold that may cross upper part of tonsillar sinus. പ്ലിക്ക സെമിലുനാരിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫോൾഡ് തന്നെയാണ്. പക്ഷേ ഇത് സെമി ലൂണർ ഫോൾഡാണ്. മാത്രമല്ല ടോൺസിലാർ സൈനസിൻ്റെ അല്ലെങ്കിൽ ടോൺസിലാർ ഫോസയുടെ അപ്പർ പാർട്ടിനെയാണ് ഇത് ക്രോസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ നോക്കാം. ആർട്ടീരിയൽ സപ്ലൈ മെയിനായിട്ട് ടോൺസിലാർ ബ്രാഞ്ച് ഓഫ് ഫേഷ്യൽ ആർട്ടറിയാണ് സപ്ലൈ ചെയ്യുന്നത്. അഡീഷണൽ സോഴ്സ് ചെയ്യുമ്പോൾ അസെൻഡിങ് പാലറ്റൈൻ ബ്രാഞ്ച് അത് ഫേഷ്യൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഡോർസൽ ലിംഗ്വൽ ആർട്ടറിയുടെ ബ്രാഞ്ച്, അസെൻഡിങ് ഫെറിഞ്ചൽ ബ്രാഞ്ച്, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി, ഗ്രേറ്റഡ് പാലറ്റൈൻ ബ്രാഞ്ച് ഓഫ് മാക്സിലറി ആർട്ടറി. നമുക്ക് അസെൻഡിങ് ഫെറിഞ്ചൽ ആർട്ടറി ഇവിടെ കാണാം. പിന്നെ അസെൻഡിങ് പാലറ്റൈൻ ബ്രാഞ്ച്, ടോൺസിലാർ ആർട്ടറി, ഫേഷ്യൽ ആർട്ടറി കാണാം. Venous drainage and lymphatic drainage ചെയ്യുമ്പോൾ one or more veins leave the lower part of deep surface of the tonsil, piercing the superior constrictor and joining palatine, pharyngeal and facial veins. ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ വെയിൻസ് ടോൺസിലിൻ്റെ ലോവർ പാർട്ടിൽ നിന്ന് ലീവ് ചെയ്തിട്ട് സുപ്പീരിയർ കൺസ്ട്രക്ടറിനെ പിയേഴ്സ് ചെയ്തുകൊണ്ട് പാലറ്റൈൻ, ഫെറിഞ്ചൽ അല്ലെങ്കിൽ ഫേഷ്യൽ വെയിൻസ് അങ്ങനെയാണ് പിന്നെ വീനസ് ഡ്രെയിനേജ്. lymphatic drainage കുറിച്ച് പറയുന്നത് lymphatic past jugulo-digastric node. There are no afferent lymphatics to the tonsil. ലിംഫ പാസ് ചെയ്യുന്നത് jugulo-digastric lymph നോഡിലേക്കാണ്. അതിലേക്ക് afferent lymphatics ഒന്നുമില്ല ടോൺസിലേക്ക്. ഇനി നെർവ് സപ്ലൈ പറയുകയാണെങ്കിൽ നെസർ പാലറ്റൈൻ നെർവാണ് applied anatomy. The tonsils are large in children and they retrogress after puberty. ചിൽഡ്രനിലെ ടോൺസിൽസ് വലുതാണ് ആൻഡ് പ്യൂബർട്ടി ആകുമ്പോൾ ഇത് റിട്രോഗ്രസ് ആയിപ്പോകും. ഇനി ടോൺസിലൈറ്റിസ് may cause referred pain in the ear as glossopharyngeal nerve supplies both these areas. അതായത് നമുക്കറിയാം ടോൺസിൽ സപ്ലൈഡ് ബൈ ദ glossopharyngeal nerve ആണ്. അപ്പോൾ ടോൺസിലൈറ്റിസ് വരുമ്പോൾ
ഇയറിൻ്റെ റീജിയൻ സപ്ലൈ ചെയ്തിരിക്കുന്ന ഗ്ലോസോഫെരിഞ്ചൽ നെർവായിരുന്നു റെഫർ പെയിൻ ഗ്രാനുലേഷൻസ് കൂടുതലാണ്. Enlarged and infected tonsils often require surgical removal. The operation is called tonsillectomy. Tonsils enlarge ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്റ്റ് ആയി കഴിഞ്ഞാൽ സർജിക്കൽ റിമൂവൽ വരെ ആ ഓപ്പറേഷൻ വിളിക്കുന്ന പേര് tonsillectomy എന്നാണ്. The tonsils are frequently sites of infection, especially in children. Infection may spread to surrounding tissue forming tonsillar abscesses. ടോൺസിൽസ് ഇൻഫെക്ഷന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നൊരു സ്ഥലമാണ് ടോൺസിൽസ്, സ്പെഷ്യലി ഇൻ ചിൽഡ്രൻ പ്രത്യേകിച്ച്. അപ്പോൾ ഇൻഫെക്ഷൻസ് സറൗണ്ടിങ് ടിഷ്യൂസിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ, അപ്പോൾ അതിനെയാണ് അങ്ങനെ ഫോം ചെയ്യുന്നതാണ് പെരിടോൺസിലർ അബ്സെസ്. ടോൺസിൽസ് ആർ ഓപ്പൺ സൈറ്റ്സ് ഓഫ് സെപ്റ്റിക് പോക്കറ്റ്സ്. Such a pockets can lead to serious disease like pulmonary tuberculosis, meningitis, etc. and often the cause of general death. Thank you for watching this video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.